സിക്കിമിൽ തുരങ്ക നിർമ്മാണത്തിനിടെയുണ്ടായ അപകടത്തിൽ മരിച്ച കോട്ടയം പാമ്പാടി കൊച്ചുമറ്റം സ്വദേശി അനീഷ് മോഹന്റെ മൃതദേഹം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിച്ചിട്ടുണ്ട്. രാവിലെ 10 മണിയോടെ കോട്ടയത്തെ വീട്ടിലെത്തിക്കും. സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക് 2-ന് വീട്ടുവളപ്പിൽ നടക്കും. കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു സിക്കിമിൽ തുരങ്ക നിർമ്മാണത്തിനിടെ അപകടത്തിൽ അനീഷ് കൊല്ലപ്പെട്ടത്. സഹോദരനും അനീഷിന്റെ സഹോദരനുമാണ് ഇപ്പോൾ ആംബുലൻസിൽ കയറിയിട്ടുള്ളത്. മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിരന്തരമായി ബന്ധപ്പെട്ടിരുന്നു. ഡൽഹിയിലുണ്ടായിരുന്ന MP അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ് നിരന്തരമായി ബന്ധപ്പെടുന്നുണ്ടായിരുന്നു. ഈ ഓഫീസൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്നതിനായിട്ട് നമ്മുടെ MLA അഡ്വക്കേറ്റ് ചാണ്ടി ഉമ്മൻ്റെ നിരന്തരമായ ഇടപെടലും 1 അവറിൽ ഉള്ള മോണിറ്ററിങ്ങും ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഇവിടെ കൊണ്ടുവരുന്നതൊന്നും ഇപ്പോൾ ഈ ആംബുലൻസ് ഉൾപ്പെടെ ഏർപ്പാടാക്കിയിരിക്കുന്നത് നോർക്ക റൂട്ട്സ് ആണ്. വീട്ടുവരെ കൊണ്ട് എത്തിക്കുന്നതിനുള്ള എല്ലാവിധ ക്രമീകരണങ്ങളും ചെയ്തതും അതിന്റെ ചെലവെല്ലാം ഏറ്റിരിക്കുന്നത് സംസ്ഥാന സർക്കാരും നോർക്ക റൂട്ട്സുമാണ്. കോട്ടയം സ്വദേശിയായ അനീഷ് ആ തുരങ്കപാതയുടെ നിർമ്മാണത്തിനിടയിൽ ഒരു വാതക സ്ഫോടനത്തെ തുടർന്നാണ് കൊല്ലപ്പെടുന്നത്. നിതിൻ സേവ്യനുണ്ട്. നിതിൻ, ഒരുപാട് പ്രോമിസിംഗ് ആയ കരിയറുള്ള ഒരു മനുഷ്യനായിരുന്നു. നമ്മളുടെ സുഹൃത്താണ് അനീഷ്. സാമൂഹ്യ മാധ്യമത്തിലൊക്കെ സജീവമായിരുന്നു. ശാസ്ത്രീയമായ ലേഖനങ്ങളും ഒക്കെ എഴുതുന്നതിലും വലിയ താല്പര്യമുണ്ടായിരുന്ന അനീഷിനെയാണ് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. എപ്പോഴത്തേക്കാണ് സംസ്കാര ചടങ്ങുകൾ ക്രമീകരിച്ചിരിക്കുന്നത്? എപ്പോഴാണ് അനീഷിന്റെ മൃതദേഹം നെടുമ്പാശ്ശേരിയിൽ എത്തിച്ചത്? നിതിൻ സേവ്യർ. ഡോക്ടർ അരുൺകുമാർ പറഞ്ഞ പോലെ തന്നെ മലയാളികൾക്ക് വലിയ സുപരിചിതനായ വ്യക്തി കൂടിയാണ് അനീഷ് മോഹൻ. സയന്റിഫിക് മലയാളി എന്ന പേരിൽ യൂട്യൂബ് ചാനലിലൂടെയൊക്കെ തന്നെ അദ്ദേഹം വളരെ പ്രശസ്തനാണ്. പ്രത്യേകിച്ച് ശാസ്ത്രപരമായ കാര്യങ്ങളൊക്കെ വിശകലനം ചെയ്യുകയും അവലോകനം ചെയ്യുകയും ഒക്കെ ചെയ്തതിലൂടെ വലിയ തോതിലുള്ള പ്രേക്ഷക പിന്തുണ അല്ലെങ്കിൽ ജനപിന്തുണയൊക്കെ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ മലയാളികൾക്കും അദ്ദേഹത്തിൻ്റെ ഇത്തരത്തിൽ പെട്ടെന്നുള്ള വിടവാങ്ങൽ അല്ലെങ്കിൽ ആ വിയോഗം വലിയ വേദനയൊക്കെ സമ്മാനിച്ചിട്ടുണ്ട്. ഏതായാലും അല്പസമയം മുൻപാണ് അനീഷിൻ്റെ മൃതദേഹം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് എത്തിച്ചത്. 2 ദിവസം മുൻപായിരുന്നു അദ്ദേഹത്തിൻ്റെ മൃതദേഹം കണ്ടെത്തിയത്. സിക്കിമിലെ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം ചെയ്തതിനു ശേഷമാണ് മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കുന്നത്. 4 ദിവസം നീണ്ട തിരച്ചിലിനൊടുവിലായിരുന്നു അനീഷ് മോഹന്റെ മൃതദേഹം ഈ അപകട സ്ഥലത്ത് നിന്നും കണ്ടെത്തിയത്. അനീഷിന്റെ ഭാര്യയും സഹോദരനും അടക്കമുള്ള ബന്ധുക്കൾ ഈ മൃതദേഹം ഏറ്റുവാങ്ങാനായി ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. അനീഷിന്റെ സഹോദരനാണ് ആംബുലൻസിൽ അകത്തേക്ക് ഇപ്പോൾ കയറി നമ്മൾ അല്പസമയം മുമ്പ് ആ ദൃശ്യങ്ങളിൽ കണ്ടത്. കഴിഞ്ഞ 16 വർഷമായി നാഷണൽ ഹൈഡ്രോ പവർ കോർപ്പറേഷനിലെ സീനിയർ മാനേജറാണ് അനീഷ് മോഹൻ. 16 വർഷമായി ഈ കമ്പനിയിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. നേരത്തെ ഹരിയാനയിലായിരുന്നു അദ്ദേഹം ജോലി ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീട് അവിടെ നിന്നും ട്രാൻസ്ഫറായി സിക്കിമിലേക്ക് മാറുകയായിരുന്നു. ഹരിയാനയിൽ അദ്ദേഹം ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഭാര്യയും കുടുംബവും ഒക്കെ ഒപ്പം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് സിക്കിമിലേക്ക് ട്രാൻസ്ഫർ ആയപ്പോഴാണ് കുടുംബം കേരളത്തിലേക്ക് തിരികെ വരുന്നത്. ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് അദ്ദേഹം അവസാനമായി കേരളത്തിലേക്ക് എത്തി തിരികെ പോകുന്നത്. സിക്കിമിലെ നാംജി ജില്ലയിലുള്ള സമർദുങ്ങിൽ ഈ കമ്പനിയുടെ ഒരു പ്രൊജക്ട് തിസ്ത സ്റ്റേജ് 6 എന്നൊരു ഹൈഡ്രോ പവർ പ്രോജക്റ്റിനിടയിലാണ് ഇത്തരത്തിൽ മീഥെയിൻ വാതക സ്ഫോടനത്തിന് പിന്നാലെ മണ്ണിടിച്ചിലുണ്ടാകുന്നത്. ഈ സ്ഫോടനത്തിൽ 20 പേർ മരിച്ചതായാണ് നിലവിൽ കണ്ടെത്തിയിട്ടുള്ളത്. 5 പേരെ കാണാതായതായും കണ്ടെത്തിയിട്ടുണ്ട്. അതിനുശേഷം ഈ അപകടത്തിന് ശേഷം 4 ദിവസം നീണ്ട തിരച്ചിലൊടുവിലാണ് അനീഷിന്റെ മൃതദേഹം ലഭിക്കുന്നത്. പിന്നീട് നോർക്കയും മുഖ്യമന്ത്രിയും അടക്കം ഇടപെട്ടുകൊണ്ടാണ് വളരെ പെട്ടെന്ന് തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം ഇന്നലെ രാത്രി എംബാം ചെയ്ത് കൊൽക്കത്തയിൽ എത്തിക്കുകയും അവിടെ നിന്നും ഇപ്പോൾ കൊച്ചിയിൽ എത്തിക്കുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും ഇപ്പോൾ ഈ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള ഈ ആംബുലൻസ് കോട്ടയം പാമ്പാടിയിലുള്ള വീട്ടിലേക്ക് പോവുകയാണ്. പാമ്പാടി പഞ്ചായത്ത് അധികൃതരും നോർക്കയുടെ അധികൃതരും ഒക്കെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ അല്പസമയത്തിനകം ഏതാണ്ട് 10 മണിയോടുകൂടി തന്നെ ഈ മൃതദേഹം കോട്ടയത്തെത്തും. അതിനുശേഷം പാമ്പാടിയിലെ വീട്ടിലെത്തും. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്കാണ് ഈ സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഈ വാഹനത്തിൽ അനീഷിന്റെ ഭാര്യ അടക്കമുള്ളവർ ഈ വാഹനത്തിൽ പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഏതായാലും നിതിനാണ് വിവരങ്ങൾ നൽകിയത്. അങ്ങനെ അനീഷിന്റെ മൃതദേഹം നെടുമ്പാശ്ശേരിയിൽ എത്തിച്ചു. ഇപ്പോൾ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്.